എല്ലാവർക്കും നമസ്കാരം. പ്രണവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. എങ്ങനെയാണ് പ്രണവം ഉച്ചരിക്കേണ്ടതും ആ പ്രണവത്തിൻ്റെ പ്രാധാന്യവും എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രണവത്തിൻ്റെ അംഗങ്ങളായിട്ട് 8 അംഗങ്ങളാണ് പ്രണവത്തിൽ അടങ്ങിയിരിക്കുന്നത്. 1 അകാരം, 2 ഉകാരം, 3 മകാരം, 4 അർദ്ധമാത്ര, 5 നാദം, 6 ബിന്ദു, 7 കല, 8 ശക്തി എന്നിവയാണ് പ്രണവത്തിൻ്റെ 8 അംഗങ്ങൾ. പ്രണവത്തിൻ്റെ ഋഷി സാക്ഷാൽ ബ്രഹ്മാവ് തന്നെയാണ്. ഛന്ദസ് ദേവി ഗായത്രി, ദേവത സാക്ഷാൽ പരമാത്മാവും, എല്ലാവരുടെയും ഉള്ളിൽ അധിവസിക്കുന്ന സാക്ഷാൽ പരമാത്മാവ്. പ്രണവത്തിൽ അകാരം, ഉകാരം, മകാരം എന്നീ 3 സ്വരങ്ങളാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അതിന് 3 മാത്ര എന്ന് സങ്കല്പിച്ചു വരുന്നു. എന്നാൽ ബിന്ദു പര്യന്തമുള്ള സ്പന്ദനങ്ങളെ കൂടി കണക്കാക്കി 3.5 മാത്ര എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. പ്രണവം മറ്റു മന്ത്രങ്ങളോടുകൂടി ചേരുമ്പോൾ 3.5 മാത്രയിൽ തന്നെ ജപിക്കണം. ബിന്ദുവിൽ നിർത്തുകയും വേണം. ഉദാഹരണമായിട്ട് പ്രണവം കൂട്ടി ജപിക്കാൻ പാടില്ല. ഓം 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 എന്നിങ്ങനെ ഉള്ള പ്രണവത്തെ ഓം 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 എന്നിങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓം തത്സൽ എന്ന് ജപിക്കുന്നതിന് പകരം ഓം തത്സൽ എന്ന് കൂട്ടി ജപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓം ക്ലീം എന്ന് ജപിക്കുന്നതിന് പകരം ഓം ക്ലീം എന്ന് കൂട്ടി ജപിക്കരുത്. അതുപോലെ തന്നെയാണ് ഓം നമോ എന്ന് ജപിക്കുന്നതിന് പകരം ഓം നമോ എന്ന് കൂട്ടി ജപിക്കാനും പാടില്ല. ഇതാണ് പ്രണവം മന്ത്രങ്ങളോട് കൂടി ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതൊരു മന്ത്രം പ്രണവത്തോടു കൂടി ജപിക്കുമ്പോൾ ഈ 3.5 മാത്ര പ്രണവം ജപിച്ചതിന് ശേഷം പിന്നീട് മന്ത്രം ആരംഭിക്കണം. ഉദാഹരണം ഓം അഗ്നിമീളേ, അതുപോലെ തന്നെ ഓം തത്സൽ, അതുപോലെ തന്നെ ഓം ക്ലീം, ഓം നമോ ഇങ്ങനെ ജപിക്കണം, അല്ലാതെ കൂട്ടി ജപിക്കരുത്. സന്ധ്യാവന്ദനത്തിൽ ഗായത്രി ജപത്തിന് മുമ്പും ശേഷവുമുള്ള 108 പ്രണവം 4 മാത്രയിൽ തന്നെ ജപിക്കണമെന്നാണ് ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. നാദധാര നീട്ടി തന്നെ ജപിക്കണം. ചതുർമാത്ര പ്രണവം ബ്രഹ്മപ്രണവമാണ്. നാദധാരയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജപിക്കണം. യോഗികളും താന്ത്രികരും നാദധാരയെ നീട്ടി 7 മാത്രയിലും 8 മാത്രയിലും 12 മാത്രയിലും 16 മാത്രയിലും മറ്റും ജപിക്കാറുണ്ട്. പ്രണവോപാസനയെക്കുറിച്ചുള്ള ഒരു ഉപനിഷത്ത് കഥ നമുക്ക് കേൾക്കാം. പണ്ട് ദേവന്മാർ മൃത്യുവിനെ ഭയന്ന് അഭയസ്ഥാനം അന്വേഷിച്ച് എങ്ങും പ്രയാണം ചെയ്തു. എവിടെയും മൃത്യു അവരെ പിന്തുടർന്നു. അവർ ത്രയീവിദ്യയിൽ, അതായത് വേദങ്ങളിൽ ഛന്ദസ്സുകളാൽ മറയ്ക്കപ്പെട്ടവരായി ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷേ വെള്ളത്തിലെ മത്സ്യങ്ങളെ മുക്കുവൻ ചൂണ്ടയിട്ട് പിടിക്കും പോലെ മൃത്യു അവിടെയും അവരെ പിടികൂടുവാൻ തുടങ്ങി. അവർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് അവരെ ഉപദേശിച്ചു, പ്രണവത്തിൽ അഭയം പ്രാപിച്ചുകൊള്ളുക എന്ന്. അതനുസരിച്ച് അവർ പ്രണവത്തിൻ്റെ നാദധാരയിൽ അഭയം പ്രാപിച്ചു. അതോടുകൂടി അവർ അമരത്വത്തെ പ്രാപിച്ചു. ദേവന്മാർ ഛന്ദസ്സുകളാൽ ആച്ഛാദനം ചെയ്യപ്പെട്ടവരാണ്. അവർ വേദമന്ത്രങ്ങളിൽ അന്തർഹിതരായി വർത്തിക്കുന്നു. അവർ മന്ത്രമൂർത്തികളാണ് എന്ന് താൽപ്പര്യം. എന്നാൽ അവർക്കും അമരത്വം സിദ്ധിച്ചത് പ്രണവത്തെ ആശ്രയിച്ചതുകൊണ്ടാണ്. പ്രണവമാണ് മന്ത്രങ്ങൾക്കും മന്ത്രത്വം, അതായത് ചൈതന്യം കൊടുക്കുന്നത്. തദഗ്രം ബ്രഹ്മ ഉച്യതേ. പ്രണവത്തിൻ്റെ അഗ്രം നാദവും ബിന്ദുവുമാകുന്നു. സ്വരത്തിൽ നാദത്തിൽ ലയിച്ച് നാദം ബിന്ദുവിലും ലയിക്കുന്നു. ആ ബിന്ദു തന്നെയാണ് ബ്രഹ്മം എന്ന് ഋഷിമാർ പറയുന്നു. ബിന്ദുവിലെ ധ്യാനം ബ്രഹ്മസാക്ഷാത്കാരമരുളുന്നു. അതുപോലെ തന്നെ മറ്റൊരു കഥ നമുക്ക് കേൾക്കാം. വേദാലാപനത്തിൽ അഗ്രഗണ്യനായ ഒരു മഹാബ്രാഹ്മണനുണ്ടായിരുന്നു. തൻ്റെ കഴിവിൽ അദ്ദേഹത്തിന് കുറച്ച് അഹംഭാവവും ഉണ്ടായിരുന്നു. ഒരവസരത്തിൽ പണ്ഡിതനല്ലെങ്കിലും പരമസ്വാത്വികനായ ഒരു സാധാരണ ബ്രാഹ്മണൻ ഈശ്വരേച്ഛയാ അദ്ദേഹത്തിൻ്റെ സമീപത്തിലെത്തി. സംഭാഷണമധ്യേ വേദം മുഴുവൻ തെറ്റുകൂടാതെ ചൊല്ലാമെന്ന് ആ മഹാബ്രാഹ്മണൻ ആഗതനോട് വാതുവെച്ചു. ഒരു അരയാലിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു സംഭവം. ഒരു തെറ്റ് വന്നാൽ ഒരു ഇല വീഴും എന്ന് ലക്ഷണവും കൽപ്പിച്ചു.
ശരി, രണ്ടുപേരും സമ്മതിച്ചു. അദ്ദേഹം വേദം ചൊല്ലുവാൻ ആരംഭിച്ചു. ഓമഗ്നിമീളേ പുരോഹിതം എന്ന് ഇങ്ങനെ അദ്ദേഹം ജപിച്ചു. ഇത് കഴിഞ്ഞോടുകൂടി എല്ലാ ഇലകളും ഒന്നിച്ചു വീണു. എന്താ കാര്യം? വേദം മുഴുവൻ ചൊല്ലാനുള്ള വ്യഗ്രതയിൽ പ്രണവത്തിൻ്റെ നാദവും ബിന്ദുവും ലോപിച്ച് പ്രണവത്തോട് അഗ്നിമീളെ എന്നത് സന്ധി ചെയ്ത് ഓമഗ്നിമീളെ എന്ന് ചൊല്ലി. എല്ലാം തെറ്റി, അടിസ്ഥാനമേ പിഴച്ചു. പ്രണവത്തിൻ്റെ നാദധാരയിലാണ് ശബ്ദപ്രപഞ്ചം മുഴുവൻ വർത്തിക്കുന്നത്. അത് ലോപിച്ചപ്പോൾ എല്ലാം പിഴച്ചു. എല്ലാ ഇലകളും ഒന്നിച്ചു താഴെ വീണു. ഓം എന്നതിനോട് മറ്റൊന്നും സന്ധി ചെയ്യരുത്, നാദബിന്ദു സഹിതമായി തന്നെ ജപിക്കണം എന്നതിന് ഉദാഹരണമായി ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു. പ്രണവം മന്ത്രാരംഭത്തിൽ. ഇവിടെ ഒരു ചോദ്യം വരാം. മന്ത്രാരംഭത്തിൽ പ്രണവം ചേർക്കുന്നതിനെ സംബന്ധിച്ച നിയമങ്ങൾ എന്തെല്ലാമാണ്? മന്ത്രങ്ങളുടെ ആരംഭത്തിൽ പ്രണവം കൂട്ടുമ്പോൾ ചില സംഗതികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവയെക്കുറിച്ച് സാമാന്യമായിട്ട് പറയാം. എല്ലാ മന്ത്രങ്ങളുടെയും മുമ്പിൽ പ്രണവം കൂട്ടി ജപിക്കണം, എന്നാലേ അത് മന്ത്രമാകുകയുള്ളൂ. വേദാരംഭത്തിൽ പ്രണവം ജപിക്കണം. ഓം അഗ്നിമീളേ എന്ന് ഉദാഹരണമായി പറയാം. ഓരോ സൂക്തങ്ങളുടെയും ആരംഭത്തിലും പ്രണവം കൂട്ടി ജപിക്കണം. എന്നാൽ സൂക്തങ്ങളിൽ തുടർന്നു വരുന്ന ഓരോ ഋക്കിനും പ്രണവം ചേർക്കേണ്ടതില്ല. സൂക്താരംഭത്തിൽ മതി. എങ്കിലും ഏതെങ്കിലും ഒരു ഋക്ക് പ്രത്യേകിച്ചെടുത്ത് ഉപാസന ചെയ്യുമ്പോൾ പ്രണവം ചേർത്തുകൊണ്ട് ജപം ആരംഭിക്കണം. അവയുടെ ആവർത്തനങ്ങളിലും പ്രണവം ചേർക്കണം. ഗായത്രി നാം ആവർത്തിച്ചു ചൊല്ലുമ്പോൾ ഓരോന്നിലും പ്രണവം ചേർക്കാറുണ്ടല്ലോ. ഉദാഹരണമായിട്ട് ഗായത്രി ജപിക്കുമ്പോൾ നാം ഓരോ ഗായത്രി ജപിക്കുന്നതിന് മുമ്പേയും പ്രണവം ചേർക്കാറുണ്ടല്ലോ. നാം ഉപാസന ചെയ്തു വരുന്ന ചില മന്ത്രങ്ങൾ വേദത്തിലെ പല സൂക്തങ്ങളിൽ നിന്ന് എടുത്ത് ഉചിതമായി സമാഹരിച്ചിട്ടുള്ളവയാണ്. അവ ഒരേ ദേവനെ സങ്കല്പിച്ചുകൊണ്ടുള്ളവയും ആയിരിക്കും. ഒരു സൂക്തമായി സമാഹരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം പ്രണവം ചേർത്താൽ മതി. ഉദാഹരണം, യജുർവേദികൾ ജപിക്കുന്ന ഉപസ്ഥാന മന്ത്രമായ ഓം ഉദയം ഉദുത്യം ചിത്രം ദേവമാന തച്ചക്ഷുർ തുടങ്ങിയവ എല്ലാം സൂര്യനെ സങ്കല്പിച്ചുകൊണ്ടുള്ളവ. ഇവിടെ ആദ്യത്തെ ഋക്കിൽ മാത്രം പ്രണവം ചേർത്താൽ മതി. അതുപോലെ സഹസ്രനാമാദികളുടെ ജപത്തിലും ശ്ലോകരൂപത്തിൽ ചൊല്ലുമ്പോഴും പ്രണവം ആദ്യം ചേർക്കണം. ഉദാഹരണം, സഹസ്രനാമം ജപിക്കുമ്പോൾ ഓം വിശ്വം വിഷ്ണുർവഷത്കാരോ എന്ന് തുടങ്ങണം. ഓരോ നാമത്തിലും ചേർക്കാറില്ല. ഒടുവിൽ സർവപ്രഹരണായുധ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഓം സർവപ്രഹരണായുധ അയ നമ എന്നോ ഓം നമ എന്നോ പ്രണവത്തോടുകൂടി വീണ്ടും ചൊല്ലി നിർത്തുന്നു. എന്നാൽ നാമരൂപത്തിലുള്ള അർച്ചനയായിട്ട് സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ ഓരോ നാമത്തിനു മുമ്പേയും ഓം ചേർക്കണം, പ്രണവം ചേർക്കണം. ഉദാഹരണം, ഓം വിശ്വസ്മൈ നമ, ഓം വിഷ്ണവേ നമ എന്നിങ്ങനെ. തർപ്പണങ്ങളിലും ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും പ്രത്യേകം തർപ്പിക്കുകയാണ്. അതുകൊണ്ട് അവിടെയും പ്രത്യേകം പ്രണവം ചേർക്കണം. ദിശോവന്ദനത്തിലും ദിഗ്ദേവതകളെയും ദിക്കുകളെയും പ്രത്യേകം പേര് ചൊല്ലി നമസ്കരിക്കുന്നു. അതുകൊണ്ട് ഓരോന്നിനും പ്രണവം ചേർക്കണം. ദിശോവന്ദനത്തിനു ശേഷമുള്ള വിശ്വപ്രദക്ഷിണത്തിലും പ്രത്യേകം പ്രണവം ചേർക്കണം. കാരണം അവ കേവലം സംഖ്യ പിടിക്കൽ മാത്രമല്ല, അവ മന്ത്രങ്ങളാണ്. സംഖ്യാശബ്ദങ്ങളും മന്ത്രങ്ങൾ തന്നെയാണെന്ന് ഋഷിമാർ പറയുന്നു. അവയെ മന്ത്രമാക്കാൻ പ്രണവം ജപിക്കണം. മാത്രമല്ല, നാം ഗായത്ര്യുപാസനയ്ക്ക് വേണ്ടി തുരീയ പദത്തിൽ ആരോഹണം ചെയ്തത് ഓം ഭൂ, ഓം ഭുവ, ഓം സുവ തുടങ്ങിയ വ്യാഹൃതികളിൽ കൂടിയാണല്ലോ. അപ്പോൾ അവരോഹണത്തിലും പ്രണവം കൂട്ടി തന്നെ ജപിക്കണം. ഇന്ന് പലരും അത് ലോപിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രം അതനുവദിക്കുന്നില്ല. പ്രണവത്തോടു കൂടി ചൊല്ലാനാണ് വിധിക്കുന്നത്. ഇതുപോലെ പ്രാണാഹൂതികളിലും ഓരോന്നിനോടും പ്രണവം ചേർക്കണം. ഓം പ്രാണായ സ്വഹ, ഓം അപാനായ സ്വഹ, ഓം യാനായ സ്വഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ എന്നിങ്ങനെ. പ്രണവത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ
കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് 108 ഒരു പ്രണവം ജപിക്കാം. ഓം
ഓം